ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എനബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീൻകറിയാണ്. അതിനാവശ്യമായിട്ടുള്ള 9 മത്തി വെട്ടിക്കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ: വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കരിവേപ്പില 2 തണ്ട് ഊരിയത്, കുടംപുളി കുറച്ച്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് മൺചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിലേക്ക് പിന്നീട് കുടംപുളിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുടംപുളി അന്നേരം ഇട്ട് കൊടുക്കുമ്പോൾ പുളി നല്ലപോലെ മീനിനകത്തോട്ട് യോജിക്കും. അതിനാണ് ഈ കടു വറുത്തതിനകത്തോട്ട് കുടംപുളി ഇട്ട് കൊടുത്തത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളിയൊക്കെ കരിയാതെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. കുറച്ച് 1 സ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉപ്പ് നമ്മളിട്ട് കൊടുത്തത്. നന്നായിട്ട് ഇളക്കുക. നാല് ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിലേക്ക് ഇനി നമുക്ക് എടുത്തു വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. മീൻകറി വെക്കുമ്പോൾ ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇടുന്നതാണ് മീൻകറിക്ക് ടേസ്റ്റ് കൂടുന്നത്. അതിലേക്ക് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി അതിലുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. മുളക് പൊടി കരിയാതെ സൂക്ഷിക്കണം. ചൂടായി വരുന്നിടം വരെ ഇളക്കണം. അതിലേക്ക് ഒരു കോപ്പ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് കുറുക്കിയെടുക്കണം. എന്നാലേ മീൻകറിക്ക് കൊഴുപ്പ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തു. മീനിന് പരക്കെ നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ വെള്ളം വയ്ക്കാവൂ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇനി അതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തിള വരുമ്പോഴേ മീനിടാവൂ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരടപ്പെടുത്ത് അടച്ചു വയ്ക്കാം. തിള വരുന്നുണ്ട്. ഓരോ മീൻ വീതം ഇട്ട് കൊടുക്കുക.
ഇതിലേക്ക് ഒരു കറിവേപ്പില തണ്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. മീൻ പറ്റുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീനിൻ്റെ ചാറൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.